മുട്ട വെച്ചിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഓംലേറ്റോ അല്ലെങ്കിൽ ചിക്കി പൊരിച്ചതോ അതൊന്നുമല്ല. ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊന്നും മാത്രമല്ല, നമുക്ക് വലിയ ആൾക്കാർക്കും കൂടി പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഐറ്റം. അപ്പോൾ ഇത് എങ്ങനെയുണ്ടാകുമെന്ന് വെച്ചാൽ ഞാൻ ആകെ ഒരൊറ്റ മുട്ട എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ജാറിലേക്ക് ഒരു പിടി തേങ്ങ എടുക്കുക, പിന്നെ 5-6 ഉള്ളി, പിന്നെ പുളി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ഇട്ട് ഒന്ന് അരച്ചെടുക്കുക, വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെയായിട്ട് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് താളിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് പാർത്തി വെച്ചേക്കാണ്. ഇനി ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വേപ്പിലയും പൊട്ടിക്കുകയാണ് കേട്ടോ. ഇനി അതിന് ശേഷം ആ അരപ്പ് നല്ല പോലെ ഒന്ന് താളിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് കട്ട പോലെ ഇരിക്കും, ഇത്തിരി വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ നിൽക്കുകയല്ലേ തേങ്ങയുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ പൊടിഞ്ഞ പോലെ ആവും. ഇനി അതൊന്നൊരു പാത്രത്തിൽ പകർത്തിയിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളകും വേപ്പിലയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക കേട്ടോ. ഇനി നമ്മൾ അരച്ചു വെച്ചേക്കണ അരപ്പാണ് ഇത് ചേർക്കേണ്ടത്. അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് അത് പിടിച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മുട്ടയുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മുട്ടയല്ല കൂടുതലായിട്ട് നിൽക്കേണ്ടത്, ആ തേങ്ങയാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലാണ് ഇതിന് ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയുള്ളൂ. മുട്ട ഒരു ഇത്തിരി കൂടി ടേസ്റ്റ് വരാൻ വേണ്ടി മുട്ട ഇടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് മുട്ട തേങ്ങ ചമ്മന്തി എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളി ഒരു മുട്ട തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ എന്തിനാ നമുക്ക് വേറെ കറിയൊക്കെ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ മോനൊക്കെ ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കുന്നത് ഇതാണ്.